പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന്റെ ആദ്യ 2.5 മണിക്കൂർ പിന്നിടുമ്പോൾ 13.71% പോളിംഗ് രേഖപ്പെടുത്തി. ബൂത്തുകളിലെല്ലാം വോട്ടർമാരുടെ നീണ്ട നിരയാണുള്ളത്. NDA സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ ഭാര്യയ്ക്കൊപ്പം കൽപ്പാത്തി അയ്യപുരം GLP സ്കൂളിൽ വോട്ട് ചെയ്തു. ചരിത്രപരമായ വിധിയെഴുത്താണ് വോട്ടർമാർ ഇത്തവണ നടത്തുന്നതെന്നും ഇത് പാലക്കാട് മാത്രമല്ല കേരള രാഷ്ട്രീയത്തിലും മാറ്റമുണ്ടാക്കുമെന്നും സി കൃഷ്ണകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. പാലക്കാടിന്റെ വികസനത്തിനായിട്ടുള്ള ഒരു വോട്ടാണ് രേഖപ്പെടുത്തിയത്. പാലക്കാട്ടുകാർ ഇന്നത്തെ വോട്ട് പാലക്കാടിന്റെ വികസനത്തിനുള്ള വോട്ടാണ്. പാലക്കാട്ടുകാർ ഇത്തവണ ചരിത്രപരമായിട്ടുള്ള ഒരു വിധിയെഴുത്താണെന്ന് നടത്തുന്നത്. അത് കേവലം പാലക്കാട് മാത്രമല്ല കേരള രാഷ്ട്രീയത്തിൽ തന്നെ വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന ഒരു വിധിയെഴുത്ത് NDAയുടെ വിജയം വഴി ഇന്ന് പാലക്കാട്ടുകാർ വിധിയെഴുതും. 88-ാം നമ്പർ ബൂത്തിൽ VVPATലെ സാങ്കേതിക പ്രശ്നത്തെ തുടർന്ന് പോളിംഗ് 1 മണിക്കൂർ വൈകിയാണ് ആരംഭിച്ചത്. LDF സ്ഥാനാർത്ഥി P. സരിൻ വോട്ട് ചെയ്യാനെത്തിയ ബൂത്തിലാണ് സാങ്കേതിക പ്രശ്നമുണ്ടായത്. പോളിംഗ് വൈകിയതിനെ തുടർന്നുണ്ടായ തിരക്ക് മൂലം വോട്ട് ചെയ്യാനാകാതെ സരിൻ മടങ്ങി. ബൂത്തിലെ സാങ്കേതിക തകരാർ പരിഹരിച്ചതായി സരിൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ബൂത്തിൽ ഒരു ചെറിയ സാങ്കേതിക പിശകുണ്ടായിരുന്നു. മോക്ക് പോൾ 50 എണ്ണം ചെയ്ത ശേഷം ഡിസ്പ്ലേ യൂണിറ്റിലെ ടോട്ടൽ കൌണ്ട് 0 ആക്കി റീസെറ്റ് ചെയ്ത ശേഷം ആദ്യത്തെ വോട്ട് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഡിസ്പ്ലേ യൂണിറ്റ് ഓൺ ആക്കുമ്പോൾ, അതായത് ആദ്യത്തെ 50 മോക്കോൾ ചെയ്തപ്പോഴും VVPAT കൃത്യമായിരുന്നു, എല്ലാം ശരിയായിരുന്നു. അപ്പോ VVPATലെ ബാറ്ററി എറർ എന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. ആദ്യത്തെ വോട്ട് ചെയ്യാൻ പോകുന്നതിന് മുന്നേ VVPATന്റെ ബാറ്ററി എറർ എന്ന് കാണിച്ചപ്പോ ഉടനെ ഓഫീസർ റാപ്പിഡ് റെസ്പോൺസ് ടീമിനെയും ഞാൻ ജില്ലാ കളക്ടറെയും ബന്ധപ്പെടുകയുണ്ടായി ഫോണില്. ഉടനെ അവരെത്തി ആദ്യം ബാറ്ററി മാറ്റി നോക്കി. എററാണെന്ന് കണ്ടപ്പോൾ നമ്മളും കൂടി ഒരു സജസ്റ്റ് ചെയ്തു പുതിയ യൂണിറ്റ് തന്നെ ഒന്ന് റീസെറ്റ് ചെയ്ത് വെച്ച് നോക്കാൻ. അപ്പൊ പുതിയ യൂണിറ്റ്, അതായത് ഇവിടേക്ക് അസൈൻ ചെയ്ത VVPAT മെഷീൻ മാറ്റി പുതിയ VVPAT മെഷീൻ തന്നെയാണ് അവിടെ വെച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ ടെക്നിക്കലായിട്ടുള്ള എൻട്രികൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ടോട്ടൽ വോട്ട് 0 ആണ് എന്ന് ഡിസ്പ്ലേ യൂണിറ്റ് വീണ്ടും വന്നു. കാരണം വോട്ട് ചെയ്ത യൂണിറ്റ് അവിടെയുള്ള കൺട്രോൾ യൂണിറ്റിൽ അത് 0 ആണ് എന്നുള്ളത് ഇവിടെ വീണ്ടും തെളിഞ്ഞു. VVPATല് പുതിയ VVPAT പ്രകാരം വോട്ടിംഗ് അവിടെ പുനരാരംഭിച്ചു. ഞാൻ മറ്റൊരവസരത്തിൽ തിരക്ക് കൊഴിയുന്നതിനനുസരിച്ച് ഇവിടെ നമ്മുടെ ഏജന്റുമാർ റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് ഒരു സമയം പറയും. അതൊരു അരമണിക്കൂർ മുൻപേ എങ്കിലും മാധ്യമപ്രവർത്തകരെ അറിയിച്ച ശേഷം മാത്രം വന്ന് വോട്ട് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു. പാലക്കാടിലേത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന വിധിയാകുമെന്ന് ഷാഫി പറമ്പിൽ MP പറഞ്ഞു. പാലക്കാടിന്റെ മണ്ണും മനസ്സും രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പമാണ്. കേരളം ആഗ്രഹിക്കുന്ന ഒരു വിധിയെഴുത്ത് പാലക്കാട് നിന്നുണ്ടാകും. നല്ല ഭൂരിപക്ഷത്തിന് പാലക്കാട് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ച് കേരളത്തിന്റെ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട് നിയമസഭയ്ക്ക് അകത്തും പുറത്തും ഈ ജനതയുടെ ശബ്ദമാകുമെന്നുള്ള ഉറപ്പിന്റെ അടയാളമാണ് ഈ മഷി എന്ന് ഞാൻ കരുതുന്നു. ആകെ 184 പോളിംഗ് ബൂത്തുകളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. കേരള രാഷ്ട്രീയത്തിലെ തന്നെ ഏറ്റവും സംഭവബഹുലമായ പ്രചാരണ കാലയളവിന് ശേഷമുള്ള വിധിയെഴുത്ത് 3 മുന്നണികൾക്കും നിർണായകമാണ്. 10 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. വൈകിട്ട് 6 മണിവരെയാണ് വോട്ടെടുപ്പ്.